ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. 5 മാസമായി ക്ഷേമനിധി പെൻഷൻ മുടങ്ങി. വിരമിച്ച അംഗനവാടി ജീവനക്കാർ ദുരിതത്തിൽ. വിരമിച്ച അംഗനവാടി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി പെൻഷൻ കഴിഞ്ഞ 5 മാസമായി ലഭിക്കാറില്ലെന്ന പരാതി. വിരമിച്ച അംഗനവാടി വർക്കറായ പുഷ്പാവതിയാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പെൻഷൻ ലഭിക്കാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇവർ പരാതിപ്പെട്ടു. 16 വർഷം മുമ്പ് അംഗനവാടി വർക്കറായി വിരമിച്ച ഇവർക്ക് പ്രതിമാസം 2500 രൂപ ക്ഷേമനിധി പെൻഷൻ ലഭിച്ചു വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 മാസമായി 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. മുമ്പും ഇടയ്ക്കിടെ പെൻഷൻ മുടങ്ങാറുണ്ടായിരുന്നെങ്കിലും പരാതി നൽകിയതിന് പിന്നാലെ 1-2 മാസത്തെ തുക എത്താറുണ്ടായിരുന്നു. അവിവാഹിതയായ തനിക്ക് ഈ പെൻഷൻ മാത്രമാണ് ഏക വരുമാനമെന്നും സമാന സാഹചര്യത്തിൽ നിരവധി വിരമിച്ച അംഗനവാടി ജീവനക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇവർ പറഞ്ഞു. വിഷയം മുഹമ്മദ് ഷിയാസ് MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷൻ എത്രയും വേഗം വിതരണം ചെയ്ത് വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്നും മുഹമ്മദ് ഷിയാസ് MLA അറിയിച്ചതായും പുഷ്പാവതി പറഞ്ഞു. എൻ്റെ പേര് പുഷ്പവതി ആണ്. ഞാനൊരു അംഗനവാടി വർക്കറായിട്ട് പിരിഞ്ഞ് 16 വർഷം കഴിഞ്ഞ് എനിക്ക് 2500 രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാതെ ആവണം. അപ്പോൾ ഞങ്ങൾ പരാതി ചെന്ന് അവിടെ പറയുമ്പോൾ 1-2 മാസത്തെ കാശ് തരും, പിന്നെ വരുന്നത്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് 5 മാസമാണ് പൈസ വരുന്നുകൊണ്ടിരിക്കണില്ല. ഞാനൊരു അവിവാഹിതയായ ഒരു 75 വയസ്സുകാരാണ്. എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ പിരിഞ്ഞു വന്നവർ കിടന്ന് ബുദ്ധിമുട്ടുവാണ് ഈ പൈസയ്ക്ക് വേണ്ടി. എത്രയും വേഗം ഞങ്ങൾക്ക് ഈ പരിഹാരം ഒന്ന് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുവാണ്. MLA ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും നമ്മളിത് കണ്ട് ഇതുപോലെ പറയാൻ വേണ്ടി നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. പുതിയ MLA അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പുതിയ MLA അടുത്തും അവിടെ അറിയിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ പോയപ്പോഴാണ് അവിടെയുള്ള താഴെയുള്ള പ്രവർത്തകർ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.